Hi students, I am continuing the chapter linear programming, and today I am discussing some problems related to a graphical method of linear programming. So it's very important. So listen carefully. This is our first question. Minimize and maximize z equal to x plus 2y subject to x plus 2y greater than equal to 100, 2x minus y less than or equal to 0, 2x plus y less than or equal to 200, x comma y greater than or equal to 0. So let's start the solution of this question. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മിനിമം പോയിന്റും മാക്സിമം പോയിന്റും കണ്ടുപിടിക്കണം. നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ നമ്മളുടെ കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻ്റ് എടുക്കാം. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ അതിനെ നമുക്കിനി എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതണം. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സും വൈ ആക്സിസ് വാല്യൂസ് വേണം. അപ്പോൾ എക്സ് വൈ എഴുതി. എക്സിന് ഞാനിവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 100, അപ്പോൾ y ഈക്വൽ ടു 15 എഴുതാം അല്ലേ. ഇനി വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുക്കുമ്പോഴോ എക്സ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എൻ്റെ വാല്യൂ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതിനെ ഞാൻ ഇക്വാലിറ്റി ആക്കി 2x മൈനസ് വൈ ഈക്വൽ ടു 0 ആക്കി എഴുതി. ഇവിടെയും എന്ത് ആവശ്യമാണ്? നമുക്ക് എക്സും വൈയും ആക്സിസിലെ പോയിൻ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുത്തു. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് തന്നെയാണ് വാല്യൂ വരുന്നത്? 0 തന്നെയാണ് അല്ലേ. ഇനി വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോഴോ അപ്പോൾ വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോഴും ഇവിടെ എന്ത് തന്നെയാണ്? എക്സിന് 0 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു കൺസ്ട്രെയിൻറ്റ് തരുമ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളുടെ ഈ 2xനെ ഈ മൈനസ് വൈനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ RHSലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ എന്ത് വരും? 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന് വരും അല്ലേ, വരില്ലേ? അപ്പോൾ 2x ഇതിന് നമുക്ക് എന്താ പറയുക, ഇക്വാലിറ്റി ആക്കുമ്പോൾ 2x ഈക്വൽ ടു y. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ. ക്ലിയർ ആയോ? അപ്പോൾ ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എഴുതി തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 0 ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ എഴുതി തുടങ്ങിയാൽ നമുക്ക് ഇവിടെ 0 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? തന്നിട്ടുള്ള ആ ഒരു വൈനെ മൈനസ് വൈനെ എടുത്തിട്ട് നമുക്ക് RHSലേക്ക് കൊണ്ടുപോയി അത് പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു y നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരുള്ളൂ ഇങ്ങനെ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അടുത്ത കൺസ്ട്രെയിൻ്റ് എടുക്കുക. 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. അപ്പോൾ അതിനെ നമുക്ക് ഇക്വാലിറ്റി ആക്കാം. 2x പ്ലസ് വൈ ഈക്വൽ ടു 200. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് 200ഉം വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 2x ഈക്വൽ ടു 200, എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പോൾ 3 പിന്നെ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് എന്ത് അണ്ടർസ്റ്റുഡ് ആണല്ലേ, എന്ത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇതൊക്കെ വെച്ച് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ എക്സ് ആക്സിസിൽ ഇവിടെ ഒരു 100 വരുന്നുണ്ട്, വൈ ആക്സിസിൽ ഇവിടെ 200 ആണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കെയിലാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കേണ്ടത്. ഗ്രാഫ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ശരിക്കുള്ള ഗ്രാഫ് പേപ്പറാണ്. ഞാനിവിടെ പേപ്പറിലാണ് വരയ്ക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ പേപ്പറിൽ വരയ്ക്കല്ല ചെയ്യേണ്ടത്. ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിൽ ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസിൽ ഞാൻ 10, 20, 30 എന്ന് പറഞ്ഞ സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ നമുക്കിവിടെ 200 വരെ കിട്ടണം അല്ലേ. അതുകൊണ്ട് ഞാൻ 20, 40, 60 എന്നുള്ള സ്കെയിലാണ് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ ലൈനാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 0, 50 ആണ്.
050. അപ്പോൾ 50 എന്നുള്ള പോയിന്റ് ഏകദേശം ഈ ഭാഗത്ത് വരും അല്ലേ, ഇതിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ 050 എന്നുള്ള പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. അടുത്തത് 100 0. അപ്പോൾ 100 ഇവിടെ, 100 0, ഈ പോയിന്റ് 100 0. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x + 2y = 100 എന്ന് പറഞ്ഞ ലൈൻ കിട്ടും. അപ്പോൾ ഇതാണ് x + 2y = 100 എന്ന് പറഞ്ഞ ലൈന്. അപ്പോൾ നിങ്ങൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത ലൈന് 2x = y. നമുക്കറിയാം x = y, x = y അല്ലെങ്കിൽ y = mx എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. ഇങ്ങനെ നമ്മുടെ ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെ തന്നെയാണ്. y = mx, എമ്മിൻ്റെ വാല്യൂ 2 ആയെന്നേ ഉള്ളൂ, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇനി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം y = 2x. അപ്പോൾ y = 2x എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈന് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ 2x + y = 200 എന്നുള്ള ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് പോയിന്റ് 0 200 ആണ്. 0 200. അപ്പോൾ ആ പോയിന്റ് ഇവിടെ ഇരിക്കും, 0 200. അടുത്തത് 100 0. 100 0 എന്നുള്ള പോയിന്റ് സെയിം പോയിന്റ് തന്നെയാണ് അല്ലേ. ഈ പോയിന്റ് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചാൽ 2x + y = 200 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഈ ലൈനാണ് 2x + y = 200 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ലൈനും കിട്ടി. x + 2y = 100ൻ്റെ ലൈൻ, y = 2xൻ്റെ ലൈൻ, ആൻഡ് ലാസ്റ്റ് വൺ 2x + y = 200ൻ്റെ ലൈൻ. ഇനി നമുക്കതിൻ്റെയൊക്കെ സൊല്യൂഷൻ റീജിയൻ നമുക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ അറ്റ് 0 0 എന്നുള്ള പോയിന്റ് ഒറിജിൻ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ നോക്കാം 0 + 0 > 100. അപ്പോൾ 0 > 100. അപ്പോൾ തെറ്റാണല്ലേ, ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കാം അല്ലേ. എങ്ങനെ വരയ്ക്കാം? നമ്മുടെ ലൈൻ x + 2y = 100. 2y = 100 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അപ്പോൾ ഇവിടെ 0 0 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. ഈ ലൈനിന് ഈ ഭാഗമാണ്, ആ ഭാഗത്തിന് ഓപ്പോസിറ്റ്. ഇത് ഫോൾസ് ആയ കാരണം ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ ഷെയ്ഡഡ് റീജിയൻ ഉണ്ടാവുക. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം, കുറച്ച് ഗ്യാപ്പിൽ. കാരണം ഇത്രയും വേറൊരു സ്ട്രെയിറ്റ് ലൈനും കൂടി അത്രയും പോയ കാരണം കൊണ്ട് കുറച്ച് ലെങ്ത്തിൽ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് 2x < y. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിൻ എടുക്കാൻ പറ്റില്ല, രണ്ടും 0 0 ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് ഞാൻ 80 50 എടുത്തു കേട്ടോ. 50 80 എന്നുള്ള പോയിന്റ് എടുത്തു. അപ്പോൾ 50, 80 എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ 2 × x 2 × 50 വരും അല്ലേ. 2 × 50 < 80. 100 < 80. അപ്പോൾ ഇതെന്താ? ഫോൾസ് ആണല്ലേ, തെറ്റല്ലേ? ഫോൾസ് ആണ്. അപ്പോൾ ഈ എടുത്ത പോയിന്റ് 50 80 എന്നുള്ളത് ഏകദേശം ഇവിടെയാണ് വരാം അല്ലേ, ഇവിടെയായിട്ടാണ് വരാം. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറമാണോ അപ്പുറമാണോ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്നാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് ഇതിൽ ഇൻക്ലൂഡ് ആവണില്ല, ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തെ അപ്പർ ഹാഫ് പ്ലെയിൻ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഭാഗം സൊല്യൂഷൻ റീജിയൻ ആയിട്ട് വരയ്ക്കാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഈ 50, 80 എന്ന് എഴുതിക്കോട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ 2x + y < 200 ആണല്ലോ.
അപ്പോൾ അതിന് ഞാൻ അറ്റ് 0,0 ഒറിജിൻ ഇട്ട് കൊടുക്കാൻ പോകണം, ഒറിജിൻ പോയിന്റ്. അപ്പോൾ 2 × 0 + 0, 0 + 0 <= 200, 0 <= 200 ട്രൂ ആണ്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ലൈൻ 2x + y = 100 ഇതാ =200 ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈന് ഈ 0, 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗത്തായിരിക്കണം നമ്മളുടെ സൊല്യൂഷൻ ഷെയ്ഡഡ് റീജിയൻ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഇതിനെ നേരെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിന് നേരെ വരയ്ക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നും കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ നമ്മുടെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ x, y > 0. അത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഭാഗം മാത്രം കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റും കളയാം. ഇനി ബാക്കി എല്ലാ റീജിയനും 3 ഷെയ്ഡഡ് റീജിയനും കൂടി കയറി വരുന്ന ഭാഗം പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേതാ വരാ? ഈ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ പേരിടാം A, B, C, D എന്ന് പറഞ്ഞാൽ ഈ 4 പോയിന്റാണ്. പോയിന്റിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗമാണ് നമുക്ക് എന്ത് വരാം, നമ്മളുടെ ഫീസിബിൾ റീജിയൻ വരാം. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് കറുപ്പിക്കാം, ഷെയ്ഡ് ചെയ്യാം. നമ്മൾ ഇതാണ് റീജിയൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ലൈറ്റായിട്ട് വരയ്ക്കുക. ഏറ്റവും അവസാനം നമുക്ക് പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഡാർക്കായിട്ടിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു റീജിയനാണ് ഒരു ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, അപ്പോൾ ABCD എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ. അതിൻ്റെ കോർണർ പോയിന്റ് ആണ് ABCD. അപ്പോൾ ഇനി ഇവിടെ A എന്നുള്ള പോയിന്റ് 050 എന്നറിയാം, B എന്ന പോയിന്റ് 0,200 എന്നറിയാം. CDയും DDയും കോർഡിനേറ്റ് അറിയില്ല, ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് 4 കോർണർ പോയിന്റ് കിട്ടുള്ളൂ. നമുക്കറിയാം 4 കോർണർ പോയിന്റിലായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഈ സിയും ഡിയും എന്നുള്ള പോയിന്റും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഈ സി എന്നുള്ള പോയിന്റ് ഏത് 2 ലൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്? ഈ 2x + y = 200ഉം y = 2x എന്ന് പറഞ്ഞ 2 ലൈനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് സി. അപ്പോൾ അത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടും അല്ലേ. ആ ഒരു കോർഡിനേറ്റ് കിട്ടും, സിയുടെ കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 2x + y = 200 എന്ന് പറഞ്ഞ ലൈനും y = 2x എന്ന് പറഞ്ഞ ലൈനുമാണ് അവിടെ കൂട്ടിമുട്ടിയിട്ടുള്ളത് ഈ പോയിന്റ് സിയിൽ. അപ്പോൾ y = 2x ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് വി ഗെറ്റ് 2x + 2x = 200 and 4x = 200 and x = 200 divided by 4 = 50. കിട്ടിയില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 50 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താ? ഫ്രം ഇക്വേഷൻ നമ്പർ 2 വി ഗെറ്റ് y = 2 × 50 ദാറ്റ് ഈസ് 100. അപ്പോൾ നമ്മുടെ പോയിന്റ് 50,100 എന്ന് കിട്ടി, സി എന്നുള്ള പോയിന്റ്. ഇനി ഡി എന്നുള്ള പോയിന്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഡി എന്നുള്ള പോയിന്റ് ഏത് 2 ലൈനിൻ്റെ ഇന്റർസെക്ഷൻ ആണ്? അപ്പോൾ ഫസ്റ്റ് ഈ y = 2x എന്ന് പറഞ്ഞ ലൈൻ്റെയും ഇതെന്ന് പറഞ്ഞാൽ x + 2y = 100 എന്ന് പറഞ്ഞ 2 ലൈനിൻ്റെ ഇന്റർസെക്ഷൻ ആണ് ഡി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നമുക്ക് എഴുതാം x + 2y = 100 ഇക്വേഷൻ നമ്പർ 1ഉം y = 2x നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ
2 in equation number 1 and we get x plus 2 into 2x equal to 100. X plus 4x equal to 100. അപ്പോൾ എക്സും 4xും കൂടിയിട്ട് 5x കിട്ടും. 5x equal to 100. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടാം? 20. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ നമ്പർ 2 we get the value of y as y equal to 2 into 20, that is 40. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഡിയുടെ പോയിന്റ് 20ഉം 40 എന്നും കിട്ടി. ഡിൻ്റെ പോയിന്റ് 20, 40. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമുക്ക് ടേബിൾ വരയ്ക്കണം അല്ലേ? അപ്പോൾ ടേബിൾ വരയ്ക്കാൻ പോവാണ്. കോർണർ പോയിന്റ് ആൻഡ് കറസ്പോണ്ടിങ് z വാല്യൂസ്. അപ്പോൾ ഇവിടെ z എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിൽ x plus 2y ആണ് കേട്ടോ. അപ്പോൾ x plus 2y എന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 പോയിൻ്റാണ്. അപ്പോൾ നോക്കാം, എ എന്നുള്ള പോയിന്റ് 0, 50 ആണ്. എയുടെ കോർഡിനേറ്റ് 0,50, ബിയുടെ കോർഡിനേറ്റ് 0,200, സിയുടെ പോയിന്റ് നമുക്കിപ്പോൾ കിട്ടിയത് 50,100 ആൻഡ് ഡിയുടെ പോയിന്റ് നമുക്ക് കിട്ടിയത് 20,40 എന്നാണ് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന് 0 ആൻഡ് വൈക്ക് 50 കൊടുക്കുമ്പോൾ 0 plus 2 into 50 100 എന്ന് കിട്ടും. രണ്ടാമത്തെ എക്സിന് 0 വൈക്ക് 200, അപ്പോൾ 0 plus 2 into 200 അപ്പോൾ 400 എന്ന് കിട്ടും. ഇനി അടുത്തത് z equal to എക്സിന് 50 plus 2 into വൈക്ക് 100, അപ്പോൾ 50 plus 200 250. ഇനി ഇവിടെ 20 plus x plus 2y, എക്സിന് 20 ആൻഡ് വൈക്ക് 40, അപ്പോൾ 20 plus 80 again 100. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? നമുക്ക് മിനിമം പോയിന്റും വേണം മാക്സിമം പോയിന്റ് വേണം അല്ലേ നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്മളുടെ കോർണർ പോയിന്റും കറസ്പോണ്ടിങ് സെഡ് വാല്യൂസും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത് ഏതാ? 400 ആണ്. ആൻഡ് ദിസ് ഈസ് അവർ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് z അറ്റ് പോയിന്റ് 0,200. ഇൻ മിനിമം വാല്യൂ എന്ന് നോക്കി നോക്കിയേ 100 അതിന് 2 വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ മിനിമം വാല്യൂ കിട്ടുന്ന 2 പോയിന്റ് ഇവിടെയുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ 0,50 എന്നുള്ള പോയിന്റ്, സെക്കൻഡ് കോർഡിനേറ്റ് 20,40 എന്നുള്ള പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം? ദ മാക്സിമം വാല്യൂ ഓഫ് z ഈസ് 400 അറ്റ് 0,200 and the minimum value of z is 100 at all the point on the line segment joining the point 0, 50 and 20, 40. അപ്പോൾ ഇവിടെ ഞാനത് നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 2 വാല്യൂസിന് 2 മിനിമം വാല്യൂ 2 ഡിഫറെൻറ്റ് പോയിന്റിന് ഒരേ മിനിമം വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നും നമുക്കൊരു പ്രോബ്ലത്തിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ സെയിം വാല്യൂ, ഇപ്പോൾ സെയിം മിനിമം വാല്യൂ ഒന്നിൽ കൂടുതൽ പോയിന്റിന് കിട്ടാണ്, അല്ലെങ്കിൽ സെയിം മാക്സിമം വാല്യൂ ഒന്നിൽ കൂടുതൽ പോയിന്റിന് കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ കാര്യം നോക്കാം. ഇവിടെ 0,50ക്കും ഈ ഡി എന്നുള്ള പോയിന്റ് 20,40ക്കും ഈ 2 പോയിന്റിനും മിനിമം വാല്യൂ ആണ് 100 കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഈ ഫീസിബിൾ റീജിയണിൽ ഈ 0,50ക്കും 20,40ക്കും ഇടയിലുള്ള ഇതിൽ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഇതേ 100 എന്ന് പറഞ്ഞ മിനിമം വാല്യൂ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മിനിമം വാല്യൂ ഓഫ് ദ സെറ്റ് ഈസ് 100 അറ്റ് ഓൾ ദ പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 0, 50 ആൻഡ് 20, 40. ഓക്കെ, അപ്പോൾ ഇത് മിനിമം വാല്യൂവിന് മാത്രമല്ല മാക്സിമം വാല്യൂവിനും സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നിൽ കൂടുതൽ പോയിന്റിന് ഒരേ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ മിനിമം പോയിന്റ് കിട്ടുകയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യണ
ആ ലൈൻ സെഗ്മെന്റിലുള്ള ഏത് പോയിന്റിലും ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത് ആ രണ്ട് പോയിന്റിനും ഇടയിലുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഏത് പോയിന്റ് ഈ ഒരു സെഡിന് ഇട്ട് കൊടുത്താലും നമുക്ക് ഒരേ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒരേ മിനിമം വാല്യൂ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ? This is our second question. Minimize and maximize z equal to 5x plus 10y subject to x plus 2y less than or equal to 120, x plus y greater than equal to 60, x minus 2y greater than equal to 0, x comma y greater than equal to 0. Okay, so let's start the solution of this question. അപ്പോൾ ഇവിടെയും എന്ത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ നമുക്കൊരു 4 ഇനീക്വാലിറ്റീസ് തന്നിട്ടുണ്ട്, കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനീക്വാലിറ്റി മാറ്റി ഇക്വാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈക്വൽ ടു ഇട്ട് കൊടുത്തുന്നുള്ളൂ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120. ഇനി എക്സും വൈ ആക്സിസ് നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് വാല്യൂം വൈ വാല്യൂം വേണം. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2y ഈക്വൽ ടു 120, വൈയുടെ വാല്യൂ എത്ര കിട്ടും? അപ്പോൾ 60 എന്ന് കിട്ടും. ഇനി വൈക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കാനുള്ള വാല്യൂസൊക്കെ കിട്ടി. രണ്ടാമത്തെ നമ്മളുടെ ലീനിയർ ഇനിക്വാലിറ്റി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 എന്ന് ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് ഇക്വാലിറ്റി ആക്കി മാറ്റാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കാൻ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ് ആവശ്യമാണ്. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈ 60 എന്ന് കിട്ടും, വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് 60 എന്ന് കിട്ടും. കിട്ടില്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, എക്സ് മൈനസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഈ RHSൽ 120 60 എന്നൊക്കെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പോൾ 0 കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ വെറുതെ ഈ ടേബിൾ വരച്ചിട്ട് ടൈം കളയണ്ട. നമുക്ക് എന്ത് എഴുതാം? ഈ എക്സ് ഈ മൈനസ് 2yനെ നമുക്ക് RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2y എന്ന് എഴുതാം. എഴുതിക്കൂടെ? അല്ലെങ്കിൽ അതിനെ നമുക്ക് ഈക്വൽ ടു ഫോമിലേക്ക് എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു 2y. അപ്പോൾ ഇതും എന്തുതന്നെയാണ്? സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും ഇതിങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ, y ഈക്വൽ ടു mx ഫോമാറ്റ്. അപ്പോൾ അതിന് കൺഫ്യൂഷൻ വേണ്ട. ഇനി എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റേ ആവശ്യമുള്ളൂ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഫുള്ളായിരിക്കും നമ്മളുടെ സൊല്യൂഷൻ റീജിയൻ. ഈ എക്സും വൈയും എക്സിൻ്റെയും വൈയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ മാക്സിമം വരുന്നത് 120, വൈ ആക്സിസിലും മാക്സിമം വരുന്നത് 60 ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഗ്രാഫ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ സ്കെയിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും 10, 20, 30 എന്നുള്ള സ്കെയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ലൈൻ വരയ്ക്കണം. അപ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120, ഫസ്റ്റ് പോയിന്റ് 0, 60 ആണ്. 0, 60 എന്നുള്ള പോയിന്റ് ഫസ്റ്റ് പോയിന്റ് 0, 60 എന്നുള്ള പോയിന്റ് ഇതാണ്. സെക്കൻഡ് പോയിന്റ് 120, 0, 120, 0, 120, 0 എന്നുള്ള പോയിന്റ് ഇതാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120 എന്നുള്ള ലൈൻ കിട്ടും. അപ്പോൾ ഇതാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120 എന്ന് പറയുന്ന ലൈൻ. ഇനി അടുത്ത ലൈന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 0, 60 ആണ്. 0, 60 എന്ന് പറഞ്ഞ പോയിന്റ് ഓൾറെഡി മാർക്ക്ഡ് ആണ്. പിന്നെ 60, 0, 60, 0 എന്നുള്ള പോയിന്റ് ഇതാ. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60യുടെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60യുടെ ലൈൻ, സ്ട്രേറ്റ് ലൈൻ. ഇനി അടുത്തത് നമ്മൾ ലാസ്റ്റ് വൺ എക്സ് ഈക്വൽ ടു 2y. എക്സ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോണേ. അത് നമ്മൾ ഒറിജിനലിൽ കൂടെയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ
അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 2y എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ ഗ്രാഫുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലീനിയർ ഇനിക്വാലിറ്റി ഇക്വേഷൻ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഈക്വൽ ടു 120 നമ്മൾ 0 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 പ്ലസ് 0 ലെസ് ദാൻ ഈക്വൽ ടു 120 ആൻഡ് 0 ലെസ് ദാൻ ഈക്വൽ ടു 120 ആണല്ലോ. അപ്പോൾ ഇത് ട്രൂ ആണല്ലേ. അപ്പോൾ നമ്മളുടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. അതിൽ 0 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏത് ഹാഫ് പ്ലെയിനാണ് വരാം? 0 ഇൻക്ലൂഡ് ആവുന്ന ഹാഫ് പ്ലെയിന്. അപ്പോൾ ആ പ്ലെയിനിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ അതിൽ നമുക്ക് 0 എന്നുള്ള പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 കേട്ടോ. അപ്പോൾ 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പോൾ 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 അല്ലല്ലോ. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മളുടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ഇതാ. അപ്പോൾ അതിൽ 0 ഇൻക്ലൂഡഡ് അല്ലാത്ത ഹാഫ് പ്ലെയിൻ. അപ്പോൾ ഇത് ഇവിടെയല്ലേ 0 അപ്പോൾ ഈ 0 ഇൻക്ലൂഡ് അല്ലാതെ ഹാഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിൻ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് ഇനീക്വാലിറ്റി തന്നിട്ടുള്ളത് എക്സ് മൈനസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് 0 എടുക്കാൻ പറ്റില്ല. 0 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 0 ഇവിടെ 0യും വരാം. അപ്പോൾ നമ്മളുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനിൽ ഏതെങ്കിലും രണ്ട് ഭാഗത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. അപ്പോൾ ഞാൻ 50 10 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. അപ്പോൾ ആ പോയിന്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 50 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു വൈയുടെ വാല്യൂ 10 ഇട്ട് കൊടുത്തേ. അപ്പോൾ 50 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20 അത് ട്രൂ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ 50 10 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 50 10 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഭാഗത്താണ് വരാം. അപ്പോൾ ഈ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇതല്ലേ, എക്സ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ, എക്സ് ഈക്വൽ ടു 2 എന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ്, അതായത് ഈ ലോവർ ഹാഫ് പ്ലെയിനിലായിരിക്കും നമ്മളുടെ സൊല്യൂഷൻ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് വരയ്ക്കണം അല്ലേ. അപ്പോൾ അത് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ കംപ്ലീറ്റ് താഴേക്ക് വരയ്ക്കണേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് ഒക്കെ കളയുക. ബാക്കിയുള്ളതിൽ ഈ 4 1 2 3 4 ഷെയ്ഡ് റീജിയനും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനാണ്. ഞാനത് ഒന്ന് ഡാർക്ക് ചെയ്ത് വരയ്ക്കാം. ഈ ഒരു റീജിയൻ. ഓക്കെ, അപ്പോൾ ഇനി ഈ റീജിയനിൽ ഇതാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ വരാം. ഈ ഫീസിബിൾ റീജിയനിൽ എന്തുണ്ടാവും? കോർണർ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ കോർണർ പോയിന്റ്സിലായിരിക്കും നമ്മളുടെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് പേരൊന്ന് മാർക്ക് ചെയ്യാം അല്ലെ, കോർണർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ ബി സി ഡി. അപ്പോൾ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ റീജിയൻ ആണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ. അതിലുള്ള കോർണർ പോയിന്റ്സ് ആണ് എ ബി സി ഡി. ആ കോർണർ പോയിന്റ്സിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ നമുക്ക് കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എയുടെയും ബിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സെഡിൻ്റെ വാല്യൂസിൽ ഇട്ട് കൊടുത്താൽ ആണ് മനസ്സിലാവുക ഏതാണ് മാക്സിമം വാല്യൂ ഏതാണ് മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എയുടെയും ബിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. പോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് ലൈനിൻ്റെ കോയിൻസൈഡ് ചെയ്യണം ഭാഗമാണെന്ന് നോക്കിയൊക്കെ. നമ്മുടെ എക്സ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞ ലൈനും പിന്നെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. അപ്പോൾ അത് രണ്ടും നമുക്ക് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60, എക്സ് ഈക്വൽ ടു 2y എന്ന് പറയുന്ന രണ്ട്
ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എ. ബി എന്ന് പറഞ്ഞാലോ, ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 120, അതുപോലെ എക്സ് ഈക്വൽ ടു 2y, എക്സ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റാണ് ബി. ഇത് നമുക്ക് സോൾവ് ചെയ്താലാണ് എക്സിൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂം ഓരോ കോർഡിനേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. വി ഗെറ്റ് 2y പ്ലസ് വൈ ഈക്വൽ ടു 60. 2y പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 3y ആണല്ലേ. 3y ഈക്വൽ ടു 60, y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ 20 ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ നമ്പർ 2 എക്സ് ഈക്വൽ ടു 2y എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു 20 നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 40,20 എന്ന് കിട്ടി. ഇനി ഈ പോയിന്റ് എ. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ രണ്ട് ലൈൻസും കൂടി ചേരുമ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. വി ഗെറ്റ് 2y പ്ലസ് 2y ഈക്വൽ ടു 120. അപ്പോൾ 4y ഈക്വൽ ടു 120 എന്ന് കിട്ടും. y ഈക്വൽ ടു 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 2y ആണ്. 2 ഇൻറ്റു 30, എക്സിൻ്റെ വാല്യൂ 60 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് കിട്ടി, 60,30 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തേൽ കോർണർ പോയിന്റ്, സെക്കൻഡ് ടേബിളിൻ്റെ ഹെഡിങ് കറസ്പോണ്ടിങ് z വാല്യൂസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള z 5x പ്ലസ് 10y ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇവിടെ എഴുതാം, z ഈക്വൽ ടു 5x പ്ലസ് 10y. കോർണർ പോയിന്റ് ഓരോന്നായിട്ട് എഴുതാം, എ ബി സി ഡി. അപ്പോൾ ഫസ്റ്റ് കോർണർ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, അത് 40-20 ആണ്. 40-20. ബി എന്നുള്ള പോയിന്റ് നമുക്ക് 60-30 എന്ന് കിട്ടിയിട്ടുണ്ട്. സി എന്നുള്ള പോയിന്റ് 120,0. ഡി എന്നുള്ള പോയിന്റ് 60,0 ആണ്. ഇനി അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 5 ഇൻറ്റു നമുക്ക് ഇവിടെ സൈഡിൽ എഴുതാം അല്ലേ, 5 ഇൻറ്റു 40 പ്ലസ് 10 ഇൻറ്റു 20. അപ്പോൾ 200 പ്ലസ് 200 400 എന്ന് കിട്ടി ആദ്യത്തേന്. രണ്ടാമത്തെ 5 ഇൻറ്റു 60 പ്ലസ് 10 ഇൻറ്റു 30, അതും 300 പ്ലസ് 300 600 എന്ന് കിട്ടി. തേർഡ് പോയിന്റ് 120. അപ്പോൾ 5 ഇൻറ്റു 120 പ്ലസ് 0 ആരാ, 10 ഇൻറ്റു 0 അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 600 തന്നെയാണ്. 12 ഇൻറ്റു 5 ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് 60 ആണ്. 60,0 ഇട്ട് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 60 300. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും 600 ആണ് മാക്സിമം വാല്യൂ. പക്ഷേ ഈ മാക്സിമം വാല്യൂ കിട്ടുന്ന രണ്ട് പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. 60-30 എന്ന് പറഞ്ഞ പോയിന്റും 120,0 എന്ന് പറഞ്ഞ രണ്ട് കോർഡിനേറ്റിലും മാക്സിമം വാല്യൂ കിട്ടും. അതുപോലെ മിനിമം എന്ന് പറഞ്ഞാൽ ഇവിടെ 300 ആണ് മിനിമം അല്ലേ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക, ഈ 600 എന്ന് പറഞ്ഞാൽ ഒരേ മാക്സിമം വാല്യൂ രണ്ട് പോയിന്റിന് കിട്ടിയിട്ടുണ്ട്. അതായത് ബി എന്നുള്ള പോയിന്റും സി എന്നുള്ള പോയിന്റും. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് ഞാനിവിടെ 60-30 എന്ന് എഴുതാം. എയുടെ പോയിന്റ് എന്താ 40-20 എന്നാണ് കേട്ടോ. അപ്പോൾ ബി സി എന്നുള്ള ഈ ഒരു ലൈനിൽ ഏത് പോയിന്റ് നമ്മളുടെ സെഡിന് ഇട്ട് കൊടുത്താലും നമുക്ക് മാക്സിമം വാല്യൂ എത്ര കിട്ടുള്ളൂ, 600 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, the minimum value of z is 300 at 60 at the point 60, and the maximum value of z is 600 at all the points on the line segment joining 120, 0 and 60, 30. Okay, I hope you understood this question.
This is our next question. Minimize z equal to x plus 2y subject to 2x plus y greater than equal to 3, x plus 2y greater than equal to 6, and x comma y greater than equal to 0. So let's start the solution of this question. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു എക്സ് പ്ലസ് 2y തന്നിട്ടുണ്ട്. ഒരു 3 കൺസ്ട്രെയിൻറ്റും തന്നിട്ടുണ്ട്. മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അപ്പോൾ അതിനെ ഇനി ഇക്വാലിറ്റി മാറ്റണം. 2x പ്ലസ് വൈ ഈക്വൽ ടു 3 ആക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? എക്സും വൈയും, എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ വൈക്ക് 3 കിട്ടും. വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എക്സിന് കിട്ടുന്നത് 3/2 ആണ് കേട്ടോ, തെറ്റിക്കരുതേ. വൈൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ 2x ഈക്വൽ ടു 3 എന്ന് കിട്ടും. വേർ എക്സ് ഈക്വൽ ടു ആൻഡ് ഫ്രം ദിസ് എക്സ് ഈക്വൽ ടു 3/2. ഓക്കെ, അടുത്ത പോയിന്റ് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ അതിന് ഇക്വാലിറ്റി മാറ്റുക. 2x പ്ലസ് 2y ഈക്വൽ ടു 6. എക്സും വൈയും, എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 6 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 3 എന്ന് കിട്ടും. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 6 എന്ന് വാല്യൂ കിട്ടും. പിന്നെ ഇത് നമുക്ക് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ എക്സിൻ്റെ സ്കെയിൽ 6 ആണ് പോകുന്നത്. വൈൻ്റെ മാക്സിമം വാല്യൂ 3 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കെയില് 1 സെൻറ്റിമീറ്റർ 1 യൂണിറ്റ് തന്നെ എടുത്തിട്ടില്ല കേട്ടോ. 1 2 3 4 ഇവിടെ തന്നെ 1 2 3 4 എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. 2x പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 0 3 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യണമല്ലോ. 0 3 ആദ്യത്തെ പോയിന്റ് 0 3. സെക്കൻഡ് പോയിന്റ് 0 3/2 0. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാവും? 1.5 അല്ലേ? അപ്പോൾ ഇതിൻ്റെ മിഡിലല്ലേ വരാം. അപ്പോൾ 3/2, 0. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ 2x പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ 2x പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം. 0 3. 0 3 ഓൾറെഡി മാർക്ക്ഡ് ആണ്. ഇനി 6,0. 6,0. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6ൻ്റെ ഗ്രാഫ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ പോയിന്റ്, ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ, ഓരോ ഗ്രാഫിൻ്റെയും സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കണം. അതിൻ്റെ എല്ലാ ഷെയ്ഡഡ് റീജിയനും കൂടിയിട്ട് കോയിൻസൈഡ് ചെയ്യണ ഭാഗമായിരിക്കും നമ്മളുടെ ഫീസിബിൾ റീജിയൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ നമ്മൾ 0 0 എന്നുള്ള പോയിൻ്റാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ 0 പ്ലസ് 2 ഇൻറ്റു 0 0 പ്ലസ് വൈ 0 ആണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആണോ? അല്ല, ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതിൽ 2 ഹാഫ് പ്ലെയിൻ ആണ്. ഇങ്ങോട്ടേക്ക് ഒരു ഹാഫ് പ്ലെയിൻ, ഇപ്പുറത്തേക്ക് ഒരു ഹാഫ് പ്ലെയിൻ. അപ്പോൾ 0 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ നിൽക്കുന്നത് ഈ ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് ഫോൾസ് ആയ കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഹാഫ് പ്ലെയിൻ ആയിരിക്കും നമ്മളുടെ എന്ത് വരാം? നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൊല്യൂഷൻ റീജിയൻ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്.
അവിടെയും 0 0 എന്നുള്ള പോയിൻ്റാണ് ഇട്ട് കൊടുക്കാൻ പോണത് എക്സിനും വൈക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും 0 പ്ലസ് 2 ഇൻറ്റു വൈ 2 ഇൻറ്റു 0 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 ഫോൾസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇത് അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്, ഇത് ലോവർ ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ലോവർ ഹാഫ് പ്ലെയിനിലാണ് 0 0 ഇരിക്കുന്നത്. 0 0 ഇവിടെ ഫോൾസ് ആണ് അല്ലേ, 0 0 ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ അപ്പർ ഹാഫ് പ്ലെയിനിലായിരിക്കും നമ്മളുടെ എന്ത് റീജിയൻ വരാം, നമ്മളുടെ സൊല്യൂഷൻ റീജിയൻ വരാം. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഫീസിബിൾ റീജിയൻ കാണണം അല്ലേ. പിന്നെ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റീജിയണിലെ ഫസ്റ്റ് ക്വാഡ്രന്റ് റീജിയൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാതും ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പോൾ മൂന്നും കൂടിയിട്ട് ഷെയ്ഡ് റീജിയൻ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ, ഈ ഒരു ഭാഗമാണ് അല്ലേ. ഞാനൊന്ന് കടുപ്പിച്ച് വരയ്ക്കാം. അതായത് ഈ ഒരു റീജിയനാണ് ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും റീജിയനാണ് നമുക്ക് എന്ത് വരാം, നമ്മളുടെ ഫീസിബിൾ റീജിയൻ വരാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ നോക്കിയ ഫീസിബിൾ റീജിയൻ ഞാൻ പറഞ്ഞു നമുക്കൊരു ബൗണ്ടഡ് കണ്ടീഷൻ, അൺബൗണ്ടഡ് കണ്ടീഷൻ ഉണ്ട്. ഇത് ബൗണ്ടഡ് കണ്ടീഷൻ ആണോ, അല്ല. നമുക്ക് ഇതുവരെയുള്ള ഗ്രാഫിൽ നമുക്കൊരു ക്ലോസ്ഡ് ആയിരുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു. ഇവിടെ നോക്കി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. അപ്പോൾ ഇത് അൺബൗണ്ടഡ് ആണ്, അൺബൗണ്ടഡ് ആണ്. ഈ ഫീസിബിൾ റീജിയൻ മാത്രം വരയ്ക്കുക, അൺബൗണ്ടഡും വരയ്ക്കുക. അൺബൗണ്ടഡ് ആണെന്നും എഴുതാം, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. കാരണം നമുക്ക് അൺബൗണ്ടഡ് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയും റീജിയൻ കിട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തിട്ട് ദിസ് ഈസ് എൻ അൺബൗണ്ടഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമൈസ് സെഡ് ഈക്വൽ ടു 5x plus 3y സബ്ജക്ട് ടു 3x plus 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, 5x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, x greater than equal to 0 and y greater than equal to 0. So let's start the solution of this question. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 5x plus 3y ആണ്. ഇനി കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട് അല്ലേ. ലീനിയർ ഇൻഇക്വാലിറ്റി ബേസിൽ ഒരു 1 2 3 4 കൺസ്ട്രെയിനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും അവസാനം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഫുൾ എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. ഫസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ രണ്ട് കൺസ്ട്രെയിൻ്റെയും ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് 3x പ്ലസ് 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അപ്പോൾ അതിനെ ഇക്വാലിറ്റിയിലേക്ക് മാറ്റുമ്പോൾ 3x പ്ലസ് 5y ഈക്വൽ ടു 15 എന്ന് എഴുതാം. ഏതാണല്ലോ ഇത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പോയിന്റ്സ് വേണം. ആദ്യം എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി. 5y ഈക്വൽ ടു 15, വൈയുടെ വാല്യൂ അപ്പോൾ എത്ര വരും, 3 വരും. ഓക്കെ, നെക്സ്റ്റ് വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ടേം കംപ്ലീറ്റ് 0 ആയി പോവും. അപ്പോൾ 3x ഈക്വൽ ടു 15, എക്സിൻ്റെ വാല്യൂ 5 ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ നമുക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ 5x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ അതിനെ നമ്മൾ ഇക്വാലിറ്റിയിലേക്ക് മാറ്റി ലൈൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ അതിനെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഗ്രാഫ് വരയ്ക്കാനുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടണം.
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എക്സിന് 0 ഇട്ട് കൊടുത്തു, ഈ ഒരു ടേം കംപ്ലീറ്റ് 0 ആയി. അപ്പോൾ 2y = 10, y = 5 എന്ന് കിട്ടും. ഇനി വൈക്ക് 0 ഇട്ട് കൊടുത്തു, വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 5x = 10, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ രണ്ട് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോണത്. അപ്പോൾ എക്സിൻ്റെ മാക്സിമം റേഞ്ച് ഇവിടെ 5 ആണ് വന്നിട്ടുള്ളത്, വൈൻ്റെ ഇവിടെ മാക്സിമം റേഞ്ച് 5 ആണ്. അപ്പോൾ നോർമൽ സ്കെയിൽ എടുത്താൽ മതി. അപ്പോൾ 1 2 3 4 5 എന്ന് പറഞ്ഞ സ്കെയിലിനെ യൂസ് ചെയ്തിട്ടുള്ളത് എക്സ് ആക്സിസ് വൈ ആക്സിസും. ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് XY 0 3 ആണ്. അപ്പോൾ 0 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇത് നമുക്ക് മാർക്ക് ചെയ്യാം, 0 3. നെക്സ്റ്റ് പോയിന്റ് ഈസ് 5 0, ഇതല്ലേ വരാം 5 0. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3x + 5y = 15 എന്ന് പറഞ്ഞ ലൈന് വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ലൈൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് 3x + 5y = 15 രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തപ്പോൾ നമ്മളുടെ ലൈനിൻ്റെ ഗ്രാഫ് കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് ലൈൻ 5x + 2y = 10. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. 0 5 ആണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം 0 5. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് 2 0. 2 0. അപ്പോൾ നിങ്ങൾ മറക്കരുത്, നമുക്ക് ശരിക്കുള്ള ഗ്രാഫിലാണ് നമ്മൾ ഓരോ ഗ്രാഫും വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ ആ നമ്പേഴ്സ് അനുസരിച്ച് വേണം നമുക്ക് സ്കെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ പേപ്പർ ആയ കാരണം എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ സ്കെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്കെയിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5x + 2y = 10 എന്ന് പറഞ്ഞാൽ ലൈൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് ലൈനും തമ്മിൽ ജോയിൻ ചെയ്തു, 5x + 2y = 10. രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തപ്പോൾ 5x + 2y = 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ തന്നിട്ടുള്ള രണ്ട് ലൈനും നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, പോയിന്റ് എടുക്കണം അല്ലേ. അപ്പോൾ അറ്റ് പോയിന്റ് 0 0 അറ്റ് ഒറിജിനിൽ നമ്മളുടെ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 3 × 0 0 + 5 × 0 0 > ≤ 15, 0 < > 15. അപ്പോൾ ഇത് 0 < = 15 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലൈൻ നമ്മൾ ചൂസ് ചെയ്ത ലൈന് ഏതായിരുന്നു, 3x + 5y = 15. അത് ഈ ലൈനാണ് അല്ലേ. ഈ ലൈനിൽ 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻ ആണ്, ഹാഫ് പ്ലെയിൻ ആണ്. നമുക്ക് എന്ത് വരാം, സൊല്യൂഷൻ റീജിയൻ ആയിട്ട് വരാം. അതായത് ഈ ഒരു റീജിയൻ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 5x + 2y = 10ന്റെ അവിടെ നമുക്ക് അറ്റ് 0 0 ഒറിജിൻ കണ്ടീഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5 × x 0 + 2 × 5 × 0 0 + 2 × 0 0 < > 10. അപ്പോൾ 0 < < 10 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, കറക്റ്റ് ആണ്, ട്രൂ ആണ്. അപ്പോൾ സെക്കൻഡ് ലൈൻ 5x ഇതാണ്, 5x + 2y = 10 ആണ്. അപ്പോൾ അതിലും 0 ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ നമ്മുടെ ഹാഫ് സൊല്യൂഷൻ റീജിയൻ ആണ്. അപ്പോൾ ഈ സൊല്യൂഷൻ റീജിയനും ഇതും നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ, x < > 0 y < < 0 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ആണ് അതിന്റെ സൊല്യൂഷൻ റീജിയൻ വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സെക്കൻഡ് ക്വാഡ്രന്റ് പോയി, തേർഡ് ക്വാഡ്രന്റ് പോയി, ഫോർത്ത് ക്വാഡ്രന്റ് പോയി. ഓൺലി ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇനി ഈ x < 0 y < 0 കൂടിയുള്ള ഷെയ്ഡഡ് റീജിയനും കൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏത് ഭാഗേ പെടുള്ളൂ, ഈ ഒരു ഭാഗം മാത്രമേ പെടുള്ളൂ.
ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഇതിൽ മാത്രമാണ് എന്ത് വരെ 2 ഷെയ്ഡ് റീജിയനും കൂടിയിട്ട് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള ഭാഗമുള്ളത് കോമൺ ആയിട്ട്. അപ്പോൾ അതിൽ തന്നെ ആയിരിക്കും എന്ത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് 3 ഷെയ്ഡ് റീജിയനും ഇന്റർസെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണേ ഉള്ളൂ. അത് നമ്മൾ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് കോളാവും. അപ്പോൾ അതിനെക്കാട്ടും ഭേദം നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം ഏത് ഭാഗത്തായിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഷെയ്ഡ് റീജിയനും കൂടിയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമെന്നൊന്ന് ഇമാജിൻ ചെയ്യാം. ആ ഭാഗമാണ് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത്, കറുപ്പിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ, ഈ റീജിയൻ ആണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ കോർണർ പോയിന്റും വേണമല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് കോർണർ പോയിന്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പേരിട്ട് കൊടുക്കാം O, A, B, C. അപ്പോൾ ഈ 4 കോർണർ പോയിന്റിൽ ഉള്ളിലുള്ള ഫീസിബിൾ റീജിയൻ ആണ് നമ്മളുടെ മൊത്തം ഈ ഒരു ഫുൾ ഫംഗ്ഷന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് വരാം. അപ്പം ഇനി നമുക്ക് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 4 കോർണർ പോയിന്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ O എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം ഒറിജിനാണ്, 0, 0 എന്നറിയാം. A എന്നുള്ള പോയിന്റ് 0, 3 ആണെന്നറിയാം. ബി എന്നുള്ള പോയിന്റ് അറിയില്ല. ബിയുടെ പോയിന്റിന്റെ പ്രത്യേകത എന്താ, 2 ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ബി. അപ്പോൾ 2 ലൈനിന്റെ ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ പോയിന്റ് കിട്ടും. ഇനി സിയുടെ പോയിന്റും 2, 0 നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിയുടെ പോയിന്റ് കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ബിയുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന്റെയും ഇന്റർസെക്ഷൻ ആണ് ഏത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ 2 ലൈനിന്റെയും ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഈസ് 3x + 5y = 15 ആണ്. ആൻഡ് സെക്കൻഡ് ലൈനിന്റെ ഇക്വേഷൻ 5x + 2y = 10 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15x + 25y = 15 × 5 അല്ലേ വരണേ. അപ്പോൾ 5 × 15 × 5 75 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഇട്ട് കൊടുത്തു. അടുത്ത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 5 × 3 15x + 2 × 3 6y = 10 × 3 30. ഇനി ഇക്വേഷൻ നമ്പർ 3 -1 രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇത് രണ്ടും കൂടി 0 കിട്ടി. ഇനി 25y - 6y രണ്ടും കൂടി മൈനസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 19y എന്ന് കിട്ടും. അടുത്ത് ഇവിടെയോ 45 എന്ന് കിട്ടും. അപ്പോൾ y = 45/19. ഓക്കെ, ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ 3x + 5 × 45/19 = 15 കിട്ടും ആണല്ലോ. അപ്പോൾ 3x = ഈ ഒരു ടേമിനെ ഞാൻ RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 15 മൈനസ് ഇനി 45 × 5 225/19 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 15 × 19 - 225/19 ആണ് വരാം. അപ്പോൾ 3x = 15 × 19
minus 225 divided by 19. അപ്പോൾ 15 into 19 എന്ന് പറഞ്ഞാൽ 285 ആണ്. മൈനസ് 225 ഡിവൈഡ് ബൈ 19. 285 മൈനസ് 225 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ഡിവൈഡ് ബൈ 19 എന്ന് കിട്ടും. അപ്പോൾ 3x ഈക്വൾ ടു 60 ബൈ 19 ആണെങ്കിൽ 3യും 60യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് 20 ബൈ 19 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പോയിന്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ 20 by 19, 45 by 19 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ടേബിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ കോർണർ പോയിന്റ്, അടുത്തത് കറസ്പോണ്ടിങ് z വാല്യൂസ്. അപ്പോൾ നമ്മളുടെ z എന്താ 5x plus 3y given ആണ് കേട്ടോ. 5x plus 3y. അപ്പോൾ കോർണർ പോയിന്റ് ഓരോന്നായിട്ട് എഴുതാം അല്ലേ. 0 A B C. 0 അല്ല, O ആണേ. O A B C. അപ്പോൾ O എന്നുള്ള പോയിന്റ് ഇവിടെ 0 0 ആണ്. 0 0. എ എന്നുള്ള പോയിന്റ് 0,3 ആണ്. ഇനി ബി എന്നുള്ള പോയിന്റ് നമുക്ക് ഇപ്പൊ കിട്ടി, അത് എത്രയാ 20 by 19, 45 by 19. സി എന്നുള്ള പോയിന്റ് 2,0. ഇനി അതെല്ലാം നമ്മൾ ഈ 5x plus 3y ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എത്രയാ 0 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം എന്തായി 0 ആയില്ലേ. ആയില്ലേ. 5 into 0 0, 3 into 0 0, മൊത്തം 0 ആയി സെറ്റിന്റെ വാല്യൂ. അടുത്ത് 0,3 ഇട്ട് കൊടുക്കാൻ പോവാണ്. 0 ഇട്ട് കൊടുക്കുമ്പോൾ 5 into 0 0, 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 into 3, 9. ഇനി സി വാല്യൂ വേഗം കണ്ടുപിടിക്കാം. 2,0 അല്ലേ. അപ്പോൾ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 5 into 2 10, 3 into 0 0. അപ്പോൾ ഇവിടെ നമുക്ക് 10 കിട്ടി. ഇനി അടുത്തത് ഇടയിലുള്ളത് ഈ 20 by 19ഉം 45 by 19ഉം ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 5 into എക്സിന് 20 by 19 പ്ലസ് 3 into 45 by 19. ഓക്കെ, അപ്പോൾ 100 by 19 പ്ലസ് 145 by 19 അങ്ങനല്ലേ വരാം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമുക്ക് ഡിനോമിനേറ്റർ ഇങ്ങനെ എഴുതാം അല്ലെ. ന്യൂമറേറ്റർ രണ്ടും കൂടി ആഡ് ചെയ്താം. 100 plus 145 എന്ന് പറഞ്ഞാൽ 245 ആണ്. 130 ആണല്ലേ. 45 into 3 45 into 3 135 ആണ്. 135. സോ 235 എന്നാണ് കിട്ടുക. 235 by 19. 235 by 19 ആണ് നമ്മളുടെ ഈ എക്സിന്റെ സ്ഥാനത്ത് 20 by 19ഉം വൈൻ്റെ സ്ഥാനത്ത് 45 by 19ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, മാക്സിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേബിളിൽ നോക്കുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് ക്ലിയർ ആണല്ലേ. ഇതാണ് നമ്മളുടെ മാക്സിമം വാല്യൂ. ഏത് പോയിന്റിൽ 20 by 19, 45 by 19 എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം, therefore the maximum value of z is 235 by 19 at the point 20 by 19, 45 by 19. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. This is our last question. Maximize z equal to 3x plus 4y subject to the constraints x plus y less than or equal to 4, x greater than or equal to 0 and y greater than or equal to 0. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒരൊറ്റ കൺസ്ട്രെയിനേ തന്നിട്ടുള്ളൂ അല്ലേ. കുഴപ്പമില്ല, നമുക്ക് ഒരൊറ്റ ഗ്രാഫേ വരയ്ക്കാനുണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അതുപോലെ കൺസ്ട്രെയിൻറ്റ് 2 തന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി ഇക്വേഷൻസ് 2 3 ഒക്കെ തരാറുണ്ട്. ഇവിടെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണേ തന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ.
ഇനി മാക്സിമൈസ് ആണ്, അത് മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എഴുതാം. ലീനിയർ ഇൻഇക്വാലിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കാനുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് കോമ വൈ, എക്സും വൈയും നമ്മൾ ഇട്ട് കൊടുത്തു. എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 4. ഇനി വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂം 0 ആണ്. എക്സിൻ്റെ വാല്യൂ 4 ആണ് ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഒരൊറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ലാസ്റ്റ് ടൈമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 4ൻ്റെ അതിനൊന്ന് ഈക്വാലിറ്റി ആക്കണം കേട്ടോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4, അതിനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ 4 എക്സും വൈയും 4 മാത്രമേ യൂണിറ്റ് വരുന്നുള്ളൂ. സാധാ സ്കെയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രാഫിൽ വരയ്ക്കണം മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കെയിലൊക്കെ വരച്ചിട്ടുണ്ട്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് 0,4 ആണ്, 0,4 മാർക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റ് 4,0 ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്ത് വരച്ച് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4ൻ്റെ എന്ന ലൈനിൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൊറ്റ ഗ്രാഫിൽ വരയ്ക്കേണ്ട, ഒറ്റ ലൈന് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് മാത്രം വരയ്ക്കുക. ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം. 0,0 എന്നുള്ള പോയിന്റ് ഈ നമുക്ക് തന്നിട്ടുള്ള ഇൻഇക്വാലിറ്റിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 പ്ലസ് വൈൻ്റെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇത് ട്രൂ ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് 0,0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് വരാം അല്ലേ. ഇനി അപ്പോൾ ഇതിൽ നിന്ന് ഇനി അടുത്ത നമ്മുടെ കൺസ്ട്രെയിന്റ് തന്നിട്ടുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ കമ്പയർഡ് ടു നമ്മൾ ചെയ്തിരുന്ന പ്രോബ്ലത്തിനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്നിൽ കൂടുതൽ എന്തുണ്ടായിരുന്നു, ലൈന് അല്ലെങ്കിൽ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ളപ്പോൾ നമ്മൾ അതിന്റെ സൊല്യൂഷൻ റീജിയൻ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ആ രണ്ട് ഷെയ്ഡഡ് റീജിയനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഭാഗം നമുക്ക് ക്ലിയർ ആവും. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ, ആ കൂടി നമുക്ക് ഒരൊറ്റ ഷെയ്ഡഡ് റീജിയനേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഷെയ്ഡ് ചെയ്യാണ്. എന്നാലും നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടുള്ളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന, ഈ രണ്ട് ലൈനും രണ്ട് ഷെയ്ഡഡ് റീജിയനും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗം ഈ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പം ഇവിടെയും നമുക്ക് എന്ത് വേണം, നമുക്ക് കിട്ടി ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇപ്പോൾ ഫീസിബിൾ റീജിയൻ ഉള്ള കോർണേഴ്സ് ആയിരിക്കും നമ്മളുടെ എന്ത് വരിക, കോർണർ പോയിന്റിലായിരിക്കും നമ്മുടെ മാക്സിമം മിനിമം വാല്യൂ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ കോർണർ പോയിന്റ് ABC എന്ന് പറഞ്ഞ 3 പോയിന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 0,0, രണ്ടാമത്തെ B എന്നുള്ള പോയിന്റ് 0,4, മൂന്നാമത്തെ പോയിന്റ് 4,0 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അതൊന്നും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം, ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. കറസ്പോണ്ടിങ് Z വാല്യൂസ്, Z ഈക്വൽ ടു നമുക്ക് 3x + 4y എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ, 3x + 4y. അപ്പോൾ പോയിന്റ് ABC എഴുതി. A എന്നുള്ള പോയിന്റ് ഒറിജിൻ ആണ്, B എന്നുള്ള പോയിന്റ്
0,4 ആണ്. സി എന്നുള്ള പോയിന്റ് 4,0 ആണ്. അപ്പോൾ 3x + 4y ഇതിൽ ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 3 × 0 + 4 × 0 മൊത്തം 0 ആയി. രണ്ടാമത്തെ എക്സിന് 0 വൈക്ക് 4 അപ്പോൾ 3 × 0 0 + 4 × 4 16 കിട്ടും. അത് എക്സിന് 4 വൈക്ക് 0 അപ്പോൾ 3 × 4 12 + 0 12 കഴിഞ്ഞു. ഇനി നമുക്ക് മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും 16 ആണ് ഇതിൽ മാക്സിമം വാല്യൂ at point B 0,4. Okay, so therefore maximum value of Z is 16 at the point 0,4. എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഞാൻ പറഞ്ഞു ബൗണ്ടഡ് റീജിയൻ്റെ ഗ്രാഫുകൾ മാത്രം അല്ലെങ്കിൽ പ്രോബ്ലംസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഗ്രാഫിക്കൽ മെത്തേഡ്, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമേ ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ അതിൽ തന്നെ ബൗണ്ടഡ് റീജിയൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അൺബൗണ്ടഡ് വേണ്ട. അപ്പോൾ ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീസിബിൾ റീജിയൻ കണ്ടോ ക്ലോസ്ഡ് ആണ്, ഇതിൻ്റെ ഉള്ളിലൊരു ക്ലോസ്ഡ് ആണ്. ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഉള്ളിലായിട്ട് ഒതുങ്ങും നമ്മുടെ ഫീസിബിൾ റീജിയൻ. അൺബൗണ്ടഡ് ആണെങ്കിൽ അതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അൺബൗണ്ടഡിന്റെ കേസ് നമുക്ക് പഠിക്കണ്ട, നമുക്ക് ബൗണ്ടഡിന്റെ ഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ ബൗണ്ടഡ് റീജിയന്റെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിന്റെ ഡിലീറ്റഡ് പോർഷനും കൂടി നോക്കിയിട്ട് വേണം ചാപ്റ്റർ പഠിച്ചു തുടങ്ങാൻ കേട്ടോ.